ബംഗ്ലാദേശ് പട്ടാളത്തിലെ കരസേനാ മേധാവിയായിട്ടുള്ള വഖാർ ഉസ്സമാൻ. ഈ വഖാർ ഉസ്സമാനെ ഷെയ്ഖ് ഹസീനയുടെ അടുത്തയാളായിട്ടാണ് ബംഗ്ലാദേശ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വഖാർ ഉസ്സമാനെ ആ സ്ഥാനത്ത് നിന്നും തെറിപ്പിക്കാൻ മുഹമ്മദ് യൂനിസ് തൻ്റെ പഠിച്ച പണി 18 പയറ്റി എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്നിട്ടും വഖാർ ഉസ്സമാൻ ആ ഒരു പോസ്റ്റിൽ തുടരുകയാണ്. ഷെയ്ഖ് ഹസീന അവിടെ കലാപമുണ്ടായപ്പോൾ ഷെയ്ഖ് ഹസീന മരണത്തിന് തൊട്ടു മുന്നിലെത്തിയപ്പോൾ ഷെയ്ഖ് ഹസീനെ സംരക്ഷിച്ച് അവരെ ഇന്ത്യയിലേക്ക് അവർ വരുന്നത് വരെ, അതായത് നമ്മളെ റഫേൽ വിമാനങ്ങളുടെ അകമ്പടിയോടെ ഇന്ത്യയിലേക്ക് അവർ വരുന്നത് വരെ അവർക്ക് സംരക്ഷണം കൊടുത്തത് ഈ വഖാർ ഉസ്സമാനാണ്. കഴിഞ്ഞ ദിവസം വഖാർ ഉസ്സമാൻ ഒരു പ്രസ്താവന ഇറക്കി. ബംഗ്ലാദേശിൽ ഒരു പട്ടാള അട്ടിമറിക്ക് സാധ്യതയുണ്ട്, മാനം മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ആ പട്ടാള അട്ടിമറി വരുമെന്നുള്ളതാണ്. ബംഗ്ലാദേശ് പട്ടാളം അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പാകിസ്ഥാൻ പട്ടാളമടക്കം ബംഗ്ലാദേശിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശിലേക്ക് കയറി കഴിഞ്ഞാൽ മുഴുവനായിട്ടുള്ള കൺട്രോൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കയ്യിലേക്ക് പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് പട്ടാളം പോലും അവിടെ കീഴടങ്ങേണ്ട ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ വഖാർ ഉസ്സമാൻ പറയുന്നത് അതിനു മുമ്പ് തന്നെ ഈ ബംഗ്ലാദേശിൽ ഞങ്ങൾ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പറയുന്നത് ഇനി ഇത് വഖാർ ഉസ്സമാനെതിരെയുള്ളൊരു നീക്കമാകാനും അദ്ദേഹത്തെ ഈ ഒരു പ്രസ്താവന ഇറക്കിയതുകൊണ്ട് തന്നെ കരസേനാ മേധാവി സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാനുള്ളൊരു ശ്രമമായിട്ടാണോ ഉള്ളത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ബംഗ്ലാദേശി മാധ്യമങ്ങൾ പറയുന്നത് ഈ കരസേനാ മേധാവി, അതായത് വഖാർ ഉസ്സമാൻ എന്ന് പറയുന്ന ഈ കരസേനാ മേധാവി മുഹമ്മദ് യൂനിസിനെ വധിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ ഒരു പദ്ധതി അദ്ദേഹം ഇടുന്നുണ്ട് എന്നുള്ളതാണ്. മുഹമ്മദ് യൂനിസിനെ വധിച്ച് മുഹമ്മദ് യൂനിസിൻ്റെ സ്ഥാനം തട്ടിയെടുത്ത് ഒരു ബംഗ്ലാദേശിൽ ഒരു പട്ടാള അട്ടിമറി കൊണ്ടുവരാനാണ് ഇയാൾ ശ്രമിക്കുന്നതെന്നാണ് ബംഗ്ലാദേശി മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ഘോരം എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അങ്ങനെ എഴുതുമ്പോൾ പട്ടാളത്തിൻ്റെ മേലൊരു കരിനിഴൽ വീഴും, ഒരു പ്രഷർ വരും. അങ്ങനെ ഒരു പ്രഷർ വരുമ്പോൾ മുഹമ്മദ് യൂനിസിൻ്റെ കൂടെ മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളെല്ലാം നിൽക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇയാളെ ഈസി ആയിട്ട് പിടിച്ച് പുറത്താക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ തന്ത്രം എന്ന് മറ്റൊരു വിഭാഗം പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് യൂനിസ് ഉടനെ കൊല്ലപ്പെടും എന്നാണ് പറയുന്നത്. യൂനിസിനെ വധിക്കാൻ പോകുന്നത് കരസേനാ മേധാവിയാണ്. അതിനുള്ള വ്യക്തവും ശക്തവുമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ഈ കരസേനാ മേധാവി ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും മുഹമ്മദ് യൂനിസിന് എന്തായാലും കണ്ടകശനിയാണ്. കാരണം മുഹമ്മദ് യൂനിസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം പുറത്തിറങ്ങി വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ വേറൊരു സംഘടന രൂപീകരിച്ചു വിദ്യാർത്ഥികളെ, എന്നിട്ട് അവരും ഭരണം പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മുഴുവനായിട്ടും ബംഗ്ലാദേശ് ഒരു പ്രതിസന്ധി, ഒരു അനിശ്ചിതത്വത്തിൽ പൂർണ്ണമായും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ യൂനിസിനെ തന്നെ വധിക്കാനുള്ള ശ്രമം പട്ടാളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് ബംഗ്ലാദേശി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.